ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 70. നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ 11-ൽ അഗ്നിയാണ് ദേവത. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം. ഞങ്ങൾക്ക് നിനക്കോ അല്ല ശത്രുവായിട്ട് നിൽക്കുന്നവരെയെല്ലാം നീ നശിപ്പിക്കുക. ശത്രുക്കളെയെല്ലാം നമ്മൾ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ശക്തി ഊർജം പ്രയോഗിക്കണം. ഏത് രൂപത്തിലായാലും ചിലപ്പം തല്ലിക്കൊല്ലേണ്ടി വരും, അതിന് ഊർജമാണ്. അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലേണ്ടി വരും ശത്രുക്കളെ, അതിന് ബോംബ് രാസവസ്തുവാണ്. അപ്പോൾ ബലം, ഊർജം, ഇങ്ങനെ ഏത് തരം ശത്രുതയുണ്ടാകും. ഇപ്പം ശരീരത്തിൽ രോഗാണുക്കൾ കയറിയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ള മരുന്നുകൾ ഉപയോഗിക്കണം. അപ്പം എല്ലാം ഊർജത്തിൻ്റെ സഹായത്താൽ, ശക്തിയുടെ സഹായത്താലാണ് സാധിപ്പിക്കുന്നത്. അടുത്തുള്ള ശത്രുവായാലും ദൂരെയുള്ള ശത്രുവായാലും ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. നമുക്ക് തടസ്സങ്ങൾ അടുത്തുള്ളവരുണ്ടാവും, ദൂരെ ഉണ്ടാവും. ഇപ്പം നമുക്കിപ്പോൾ ഇന്ന് നമ്മുടെ ശത്രു വളരെ ദൂരെയുള്ള രാജ്യമാണെങ്കിലും ഈ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടത്തേക്ക് നമുക്ക് മിസൈലെല്ലാം തൊടുത്തു വിടാൻ പറ്റും. അവിടെ പോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. പണ്ടാണ് അവിടെ പോയി യുദ്ധം ചെയ്യൽ. ഇപ്പോഴതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു റോക്കറ്റ് തൊടുത്തു വിട്ടാൽ അവിടെ കൃത്യസ്ഥലത്ത് പോയി ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തുള്ളവരായാലും ദൂരെയുള്ളവരെ അതിനെല്ലാം സഹായിക്കുന്നത് എന്താണ്? ഊർജമാണ്. സിഗ്നൽ സിസ്റ്റം ഊർജമാണ്. റോക്കറ്റിൽ മിസൈലിനെ പറക്കേൽപ്പിക്കുന്നത് ഊർജമാണ്. അവിടെ പോയി പൊട്ടിത്തെറിച്ചിട്ട് നശിപ്പിക്കുന്നതും ഊർജമാണ്. ഇനി 12-ൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്നി ജ്വലിച്ചുയരട്ടെ. ഇപ്പം എന്താവശ്യത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ അഗ്നിയെ ജ്വലിപ്പിക്കണം. അഗ്നിയെ ഊർജത്തെ ഉപയോഗിക്കണം. വൈദ്യുതി ഊർജ്ജമായാലും ഏതായാലും ജ്വലിപ്പിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആവശ്യമുള്ള ഊർജം ഉപയോഗിക്കുക. കർത്തവ്യം നിർവഹിക്കുന്നത് നീയാണ്. ഇപ്പം നമ്മളൊരാളെ അടിക്കുകയാണെങ്കിൽ അടിക്കാനും ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ശക്തി, ശരീരത്തിലുള്ള ശക്തിയാണ്, അതാണ് ഊർജം, അതാണ് ഉപയോഗിക്കുന്നത്. ബോംബ്, ദൂരെയുള്ള ബോംബിടുകയാണെങ്കിൽ, മിസൈൽ തൊടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം അഗ്നി തന്നെയാണ് ഉള്ളത്. കർത്തവ്യമല്ല. നമ്മളിപ്പം ചോറ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അരിയെ ചോറാക്കുന്ന ആരാണ്? അഗ്നി തന്നെയാണ്. അപ്പം കർത്തവ്യം നിർവഹിക്കുന്നത് നീയാണ്. ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതും അധർമ്മത്തെ താഴ്ത്തുന്നതും എല്ലാം നീ എന്നാണ് തന്നെയാണ്. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പ്രവർത്തിക്കണം. അതെല്ലാം ഊർജത്തിൻ്റെ സഹായത്താലേ നടക്കുകയുള്ളൂ. അധർമ്മത്തെ ഇല്ലാതാക്കാനും എല്ലാം ഊർജം ആവശ്യമാണ്. നമ്മുടെ ശത്രുവിനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുവാനും അഗ്നി തന്നെയാണ്. ശക്തിയിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. നമ്മളെ ശത്രുവിനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവന് 2 ഇട്ട് കൊടുക്കണ്ടെങ്കിലും നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഊർജം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഊർജമാണ് അഗ്നിയായിട്ട് നമ്മൾ കാണുന്നത്. ഇനി 13-ൽ അധിപതി ജ്വലിക്കട്ടെ. എല്ലാത്തിൻ്റെയും അധിപതിയാണ് ആരാണ്? അഗ്നി. ആരാണ് ഉപയോഗിക്കുന്നത്? അവനാണ് അധിപതി. അഗ്നി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവനാണ് അധിപതി. അവൻ ജയിക്കട്ടെ. അത് അധ്വാനിക്കുന്നവൻ ജയിക്കട്ടെ. നമുക്കെന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ജയിക്കുന്ന എപ്പോഴാണ്? അതിനെ മറികടക്കുമ്പോഴാണ്. മറികടക്കണ്ടെങ്കിൽ നമ്മൾ യജ്ഞിക്കണം. അപ്പോൾ അതിൻ്റെ അധിപതി അഗ്നി തന്നെയാണ്. ശത്രുക്കളെ ശിക്ഷിക്കട്ടെ. ശത്രുക്കളെ ശിക്ഷിക്കണ്ടെങ്കിലും ശത്രു എന്ന് പറഞ്ഞാൽ എന്തുവാകാം. രാജ്യത്തിൻ്റെ ശത്രുവാകാം, നമ്മുടെ ശത്രുവാകാം. നമ്മുടെ ശത്രു തന്നെ രോഗാണുക്കളാകാം. അല്ലെങ്കിൽ കാലിന് നീര് വന്നു കഴിഞ്ഞാൽ അത് ശത്രു തന്നെയാണ്. നമുക്ക് തടസ്സമുണ്ടാക്കിയാണ് നടക്കുന്നതിന്. അപ്പം നല്ല ചൂടുവെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീര് പോകും. അപ്പം എല്ലാം ശത്രുക്കളെ ശിക്ഷിക്കുന്നതും എല്ലാം നീ തന്നെയാണ്. വിവേകികൾ തയ്യാറാക്കിയവയെ അറിയുന്ന വഴി. വിവേകികൾ അഗ്നികളെ എന്ത് ചെയ്യുന്നു? ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അവൻ ശത്രുക്കളെ നശിപ്പിക്കും. വിവേകികൾ ശരിയായ രീതിയിൽ അഗ്നി ഉപയോഗിക്കുന്നു. ഇപ്പം ദൂരെയുള്ള ശത്രുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെയാണെങ്കിൽ വിവേകികൾ എന്ത് ചെയ്യും? ദൂരെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റോക്കറ്റുകളെല്ലാം വിഭാവനം ചെയ്ത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റുകൾ ഉണ്ടാക്കി അതിൽ അഗ്നി നിറച്ചിട്ട് വിട്ടുകൊടുക്കും. അപ്പം വിവേകികൾ
തയ്യാറാക്കിയ വഴിയിലൂടെ, അവർ ഉപയോഗിച്ച വഴിയിലൂടെ അഗ്നി അവരെ സംരക്ഷിക്കുന്നു. ആ അഗ്നിയുടെ സഹായത്തോടു കൂടി നീ കൂടുതൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ആരാണോ അഗ്നിയെ ആശ്രയിക്കുന്നത്, ഊർജത്തെ ആശ്രയിക്കുന്നത്, അവർ കൂടുതൽ ലോകത്തിൽ പ്രകാശിക്കും, ജീവിതത്തിൽ പ്രകാശിക്കും. ഇനി 14, അഗ്നി ഭൂമി ശീർഷത്തിൽ, ഭൂമിയുടെ മുകളിൽ അഗ്നി ഘനരൂപത്തിൽ ജ്വലിക്കുന്നുണ്ട്. അപ്പം ഭൂമിയിൽ മുകളിൽ നമ്മൾ കാണുന്നത് അഗ്നിയാണ് കത്തുന്നത്. ജലത്തിലും രേതസ്സിലും കുടികൊള്ളുന്നത് മറ്റാരുമല്ല. ജലത്തിലും എന്തുണ്ട്? അഗ്നിയുണ്ട്. കാരണം അഗ്നി ഉള്ളത് കൊണ്ടാണ് അത് ജലമായി നിൽക്കുന്നത്. അതിൻ്റെ ചൂടങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതെന്തായിത്തീരും? ഐസായിത്തീരും. അപ്പം ഐസായ സാധനത്തെ ജലമായി മാറ്റിയിട്ട് ആ ജലത്തിൻ്റെ രൂപത്തിൽ നിർത്തുന്നത് അതിൻ്റെ അകത്ത് അഗ്നി ഉള്ളത് കൊണ്ടാണ്, ഊർജമുള്ളത് കൊണ്ടാണ്. ഇല്ലേ, അതിൻ്റെ അകത്തുള്ള ചൂടിനെ അങ്ങ് വലിച്ചെടുത്താൽ എന്ത് പറ്റും? ഫ്രിഡ്ജല്ല അതല്ല ചെയ്യുന്നത്, അതിൻ്റെ ചൂട് വലിച്ചെടുക്കും. അപ്പോൾ ഐസ് ആയി മാറും ജലം. അപ്പം ജലത്തിലുണ്ട്, നമ്മുടെ രേതസ്സിലും എല്ലാം ഊർജമുണ്ട്. എല്ലാം രാസവസ്തുക്കളാണ്. രാസവസ്തുക്കളുടെ പ്രവർത്തനമെല്ലാം അഗ്നിയുടെ സഹായത്താലാണ്. സൂര്യശക്തിയാൽ ഞാൻ നിന്നെ ജലത്തിൽ അർപ്പിക്കുന്നു. സൂര്യൻ്റെ ശക്തി കൊണ്ടാണ് അതിന് ജലത്തിൽ അർപ്പിച്ചിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂട് ജലത്തെ ജലമായി നിർത്തുന്നു. സൂര്യനിൽ നിന്ന് ചൂടില്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെയുള്ള ജലമെല്ലാം ഉറച്ച് ഐസ് മഞ്ഞുമാരിയായി പോകും. അപ്പം ഭൂമിയിലെ ഐസിനെ ജലമായി നിർത്തുന്നത്, തടാകത്തിലെ ജലത്തെ ജലമായി നിർത്തുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജമാണ്, അഗ്നിയാണ്. 15, ഈ ഭൂമിയിൽ ഭൗതിക കർമ്മങ്ങൾ നടക്കട്ടെ. ഈ ലോകത്തിൽ എന്ത് കർമ്മം നടക്കണ്ട ഭൗതികമായ, നമ്മൾ എന്ത് ഈ പ്രപഞ്ചത്തിൽ എന്ത് ഗവേഷണങ്ങളോ എന്ത് സൃഷ്ടികളോ എന്ത് നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം നടക്കട്ടെ. എങ്ങനെയാണ് നടക്കുക? അഗ്നിയുടെ സഹായത്താലാണ്. അതിനെല്ലാം അഗ്നിയാണ് സഹായിക്കുന്നത്. അതിന് നീതിമാന്മാരുടെയും നല്ല ചിന്തയുള്ള ആൾക്കാരുടെയും നേതൃത്വം ഉണ്ടാകട്ടെ. അപ്പം ഭൂമിയിൽ യജ്ഞങ്ങൾ നടക്കണം. യജ്ഞങ്ങൾ നടക്കണമെങ്കിൽ ഊർജം വേണം, അഗ്നി വേണം. അതിനുള്ള നേതൃത്വം ആര് കൊടുക്കണം? നല്ല ചിന്താഗതിയുള്ള ബുദ്ധിയുള്ള ആൾക്കാർ, നീതിമാന്മാർ അതിന് നേതൃത്വം കൊടുക്കട്ടെ. അപ്പോൾ ലോകം നല്ലവണ്ണം പുരോഗമിക്കും. അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഭരിക്കാനായി നല്ലവർ ഉണ്ടാകട്ടെ. അപ്പോൾ രാജ്യത്തിൽ നല്ല ഭരണാധികാരികൾ ഉണ്ടാകണം. ലക്ഷ്യബോധമുള്ള ആൾക്കാർ, നല്ല ചിന്തിക്കാനും കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരെയെല്ലാം ഓരോ സ്ഥലത്തിരുത്തണം. അവർ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയെല്ലാം ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ട് യജ്ഞം ചെയ്യിപ്പിക്കണം. യജ്ഞം ചെയ്യിക്കുമ്പോൾ ഈ അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച് യജ്ഞങ്ങൾ ചെയ്യും, പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും. അതിലൂടെ ലോകം എന്താകും? പുരോഗമിക്കും. വിവേകികളുടെ വാടി നാടിന് സന്തോഷമുണ്ടാകട്ടെ. അങ്ങനെ ശാസ്ത്രജ്ഞാനം തികഞ്ഞ ആൾക്കാരുടെ വാണി, ശബ്ദം, അപ്പം ചിന്തകരായ ആൾക്കാർ നാട്ടിലുണ്ടെങ്കിൽ ആ നാട് പുരോഗമിക്കും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകം പുരോഗമിക്കും. ഇനി 16, ഈ സാഗരം സീമയില്ലാതെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ സാഗരമുണ്ട്, സമുദ്രമുണ്ട്. സമുദ്രം സീമയില്ലാതെ, അറ്റമില്ലാതെ അങ്ങനെ കടലുകൾ പരന്നു കിടക്കുകയാണ്. ഈ ഭൂമിയാകട്ടെ ഈ സാഗരത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഭൂമി ഈ സാഗരത്തെ ഉൾക്കൊള്ളുന്നുമുണ്ട്. ഭൂമിയിലും ജലമുണ്ട്, പുറത്ത് മാത്രമല്ല, ഭൂമിയുടെ അകത്തും ജലമുണ്ട്. അല്ല നമ്മൾ കുഴിച്ചെടുക്കുന്നത് കിണറ്റിൽ നിന്നല്ല. അങ്ങനെയുള്ള ഈ സാഗരത്തെ നീ വേണ്ടുവണ്ണം അറിയുകയും ആദരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഈ സാഗരത്തെ വേണ്ടുവണ്ണം നമ്മൾ ആദരിക്കണം. കാരണം ഇത് സാഗരമായി നിർത്താൻ എന്താ കാരണം? സൂര്യൻ്റെ അഗ്നിയാണ്. നേരെ പറഞ്ഞ സൂര്യൻ്റെ ചൂടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള വെള്ളമെല്ലാം എന്തായിപ്പോകുമായിരുന്നു? വറ്റിപ്പോവുകയും ദ്രവമില്ലാതെ അവസ്ഥയിൽ ബാഷ്പീകരിച്ചു പോവുകയെല്ലാം ചെയ്യുകയായിരുന്നു. സ്വർണ്ണ നിറമുള്ള ചിറകുകളുള്ള പറവകൾ പറയുന്നത് പോലെ ഭൂമിയെ ശാന്തി നിറയട്ടെ. അതായത് എല്ലാ സൗഭാഗ്യങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം സാഗരവും. സാഗരത്തെ ആ നിലയിലെത്തിച്ചത്
ദ്രവരൂപത്തിലാക്കി വെച്ചത് അഗ്നിയാണ്, സൂര്യനിലെ അഗ്നിയാണ്. അഗ്നിയും പ്രപഞ്ചം തന്നെ അഗ്നിയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അഗ്നിയും അതിലൂടെ സംരക്ഷിക്കുന്ന ജലവും എല്ലാം കൂടിയിട്ട് ഭൂമിയിൽ ശാന്തി നിറയട്ടെ. പ്രജാപതി 17. പ്രജാപതിയായ ഈശ്വരൻ ഭൂമി മാതാവിനെ സാഗര മധ്യത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയെ സാഗര മധ്യത്തിലാണ് ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്കിലേ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതായത് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വെള്ളമില്ലാതെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല. അപ്പം ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് വെള്ളമുള്ളത് കൊണ്ടാണ്. അപ്പം അത് ഈശ്വരൻ ചെയ്തു വെച്ചയാണ്. സൃഷ്ടി നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി മാതാവിനെ സാഗരത്തിന് നടുവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാതെ അതിനെ നിയമിച്ചു. കാരണം അതിനൊരു മാറ്റവും വരുന്നില്ല. എന്തുകൊണ്ടാണ് വ്യത്യാസം സംഭവിക്കാത്തത്? ചൂട് കൊണ്ട് ബാഷ്പീകരിച്ച് പോയാലും കുറേ കാലം കഴിയുമ്പോൾ മഴക്കാലം വരുമ്പോൾ അത് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. അങ്ങനെ വന്നില്ല, മഴയില്ലായിരുന്നുവെങ്കിൽ, ആ സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ വെള്ളം അങ്ങ് പറ്റിപ്പോവും. പിന്നെ ഭൂമിയിൽ ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുള്ള വ്യവസ്ഥിതിയെല്ലാം ആര് ചെയ്തിട്ടുണ്ട്? ആ ശക്തിവിശേഷം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 18 അഗ്നിയോട് വീണ്ടും അഗ്നിയെപ്പറ്റി വീണ്ടും പറയുകയാണ്, നീ ഈ ഭൂമിയെ നിയന്ത്രിച്ചുറപ്പിച്ചിരിക്കുന്നു. അഗ്നിയാണ് ഭൂമിയെ ഇങ്ങനെ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. ഭൂമി എന്ന നിലയിൽ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. വെള്ളം നിലനിൽക്കാനുള്ള അവസരമുണ്ടാക്കി. സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് വെള്ളം ഭൂമിയിലുണ്ട്. നല്ല ചൂട് വരുമ്പോൾ ബാഷ്പീകരിച്ച് മുകളിൽ പോകുമെങ്കിലും മഴക്കാലത്ത് തിരിച്ചു വരും. അതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല. മറ്റുള്ള ഗ്രഹങ്ങളിലൊന്നും വെള്ളമില്ലാതെ ആയിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ചൂട് കൊണ്ട് ബാഷ്പീകരിച്ചങ്ങ് പോകുമ്പോൾ പിന്നെ തിരിച്ചു വരില്ല. ഇവിടെ മാത്രമാണ് പോവുകയും സൂര്യൻ പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുന്നത്. അതെല്ലാം സൂര്യൻ്റെ അഗ്നിയാണ്. അപ്പം അഗ്നിയാണ് ഭൂമിയെ ഭൂമി എന്ന നിലയിലാക്കി വെച്ചിരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഈ ഭൂമി എല്ലാറ്റിനും കാരണം അതിഥിയുമാണ്. അപ്പം സൃഷ്ടിയുടെ ആദ്യത്തെ തുടക്കം ഭൂമി തന്നെയാണ്. മനുഷ്യരുടെ അതിഥി എന്ന് പറയാൻ ആദ്യം തുടക്കം ഭൂമി തന്നെയാണ്. ഭൂമിയായി നിലകൊള്ളുന്നതും അഗ്നി തന്നെയാണ്, ഇവൾ തന്നെയാണ്. ഭൂമിയായിട്ട് നിലകൊള്ളുന്നതും അഗ്നി തന്നെയാണ്. കാരണം ഭൂമി അഗ്നിയുള്ളത് കൊണ്ടാണ് ഭൂമി ഭൂമിയായി നിലകൊള്ളുന്നത്. ഭൂമി ഉണ്ടായതും അഗ്നിയിൽ നിന്ന് തന്നെയാണ്. ഊർജമാണ് ദ്രവ്യമായി മാറിയത്. ഭൂമിയെ ഭൂമിയാക്കുന്നത് ജലമുള്ളത് കൊണ്ടാണ്. ജലമുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ നിന്ന് പറയണമെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകും. ജീവജാലങ്ങൾ ഉണ്ടാകണമെങ്കിൽ വെള്ളമുണ്ടാകണം. വെള്ളമുണ്ടാകണമെങ്കിൽ ചൂടുള്ള സൂര്യൻ ചൂടാകുമ്പോൾ ബാഷ്പീകരിച്ച് പോകുന്നത് മഴക്കാലത്ത് തിരിച്ചു പോയ മാതിരി തിരിച്ചു വരണം. ഇതിനെല്ലാം കാരണം അഗ്നിയാണ്. അങ്ങനെയുള്ള ഭൂമിദേവിയോട് പറയുകയാണ്, ഞാൻ നിന്നെയോ നീ എന്നെയോ ദ്വേഷിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭൂമിയോട് തെറ്റായ നിലയിൽ പ്രവർത്തിക്കരുത്. ഭൂമിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭൂമിയെ നമ്മളോട് സഹകരിക്കും. ഭൂമിയെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളവും എല്ലാം പ്രകൃതി എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ നമ്മളോട് കോപിക്കും. പിന്നെ ഭൂമി താമസിക്കാൻ പറ്റാതെയാവും. അതിനെ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണം എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം. ഇനി 19. അഗ്നി ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ ജ്ഞാനവും അഗ്നിയിലൂടെയാണ്. കാരണം എന്തറിവുണ്ടെങ്കിലും അത് പ്രയോഗത്തിൽ വരുത്തിയാലല്ലേ നമ്മൾ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. ചോറുണ്ടാക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഉണ്ടാക്കിയാലല്ലേ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. ഉണ്ടാക്കണ്ടെങ്കിൽ ഊർജം വേണം, അഗ്നി വേണം. എന്തെങ്കിലും കണ്ടെത്തേണ്ടെങ്കിൽ ജ്ഞാനം കിട്ടണ്ടെങ്കിൽ തന്നെ എന്ത് വേണം? ബുദ്ധി പ്രവർത്തിക്കണം. ബുദ്ധി പ്രവർത്തിക്കണ്ടെങ്കിൽ ഊർജം അഗ്നി വേണം. അപ്പം അഗ്നി തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കേന്ദ്രം. നമ്മുടെ ശരീരത്തിലെ പ്രാണനെയും അപാനനെയും അതൊരു സിഗ്നൽ സിസ്റ്റമാണ്. നാഡികളിലൂടെ സഞ്ചരിക്കുന്നതാണ് പ്രാണനും അപാനൻ എന്നീ സിഗ്നൽ സിസ്റ്റം. അതെല്ലാം അഗ്നി തന്നെയാണ്. അഗ്നിയുടെ വേറൊരു രൂപമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, പൾസസ്.
ഇലക്ട്രോ കെമിക്കൽ പൾസസ് നമ്മുടെ ശരീരത്തിലെല്ലാം തരത്തിലുള്ള സിഗ്നലുകളാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതെല്ലാം സിഗ്നലുകൾ തന്നെയാണ്. അതെല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. വ്യാനനെയും ഉദാനനെയും നമ്മുടെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനയും എല്ലാം നയിക്കുന്നത് അഗ്നി തന്നെയാണ്. സിഗ്നൽ സിസ്റ്റമാണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നെല്ലാം പറയുന്നത് എന്താണ്? എനർജിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാഡികളിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോ കെമിക്കൽ, ബയോകെമിക്കൽ എന്നോ എന്തെല്ലോ പറയാം സിഗ്നൽസ്. അതിൻ്റെ സഹായത്താൽ, ഇങ്ങനെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾക്ക് ശുദ്ധിയും നല്ല ജീവിതവുമെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്. അതിലൂടെയാണ് എനിക്ക് പ്രശസ്തിയെല്ലാം വന്നെത്തുന്നത് എന്ന് പറയുകയാണ്. ഇനി 20 ഉയർന്നു വരുന്ന ജൈവ സ്രോതസ്സുകൾ ആയിരക്കണക്കായിട്ട് ദർശിക്കുവാൻ വരട്ടെ. ജൈവ സ്രോതസ്സുകൾ ഊർജത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈവ സ്രോതസ്സുകളാണ്. അതെല്ലാം 1000 നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് പറയുകയാണ്. അതായത് ഊർജത്തിൻ്റെ അംശം അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതരം ഊർജങ്ങളും സൂര്യനിൽ നിന്ന് കിട്ടുന്നവർക്കും കാറ്റിൽ നിന്ന് ഉപയോഗിക്കും, ജൈവോർജം ഉപയോഗിച്ചിട്ടുള്ള ഊർജത്തെ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള 100 കണക്കിന് സ്രോതസ്സുകൾ, ജൈവ സ്രോതസ്സുകൾ നമുക്ക് ഉണ്ടാകട്ടെ, കണ്ടുപിടുത്താൻ കഴിയട്ടെ എന്ന് പറയുകയാണ്. അതിലൂടെ നമുക്ക് പുത്രപൗത്രന്മാരെ, ദീർഘായുസ്സുള്ള പുത്രപൗത്രന്മാരെ ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഊർജത്തിൻ്റെ സ്രോതസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു തരം സ്രോതസ് കിട്ടിയാൽ പോരാ. സൂര്യനിലെ വെളിച്ചം മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ. മറ്റുള്ള ജൈവ സ്രോതസ്സുകളെല്ലാം തന്നെ നമുക്ക് ഉണ്ടാകണം. ഇന്ന് ശാസ്ത്രലോകം ഏറ്റവും അധികം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഊർജം തന്നെയാണ്. വേസ്റ്റായ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഊർജം. കാരണം നമുക്ക് ഊർജത്തിൻ്റെ ഇത്ര നേരം ഊർജത്തിൻ്റെ ആവശ്യം, ഭൂമിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ളത് ഊർജമാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പിന്. അപ്പം എല്ലാത്തരം ഊർജവും ഭൂമിയിൽ നിന്ന് കുടിച്ചെടുക്കുന്നതുണ്ട്, സൂര്യനിൽ നിന്നുണ്ട്, കാറ്റിൽ നിന്നുണ്ട്. പക്ഷേ അതേസമയം സസ്യങ്ങളിൽ നിന്നും പാഴായ വസ്തുക്കളിൽ നിന്നും എല്ലാം നമുക്ക് ഊർജം ഉണ്ടാക്കിയെടുക്കാൻ, അത് കണ്ടെത്താൻ കഴിയട്ടെ എന്നെല്ലാമാണ് ഇവിടെ പറയുന്നത്. അതിലൂടെ നമുക്ക് പുത്രപൗത്രന്മാർക്കെല്ലാം ദീർഘ ആയുസ് ലഭിക്കട്ടെ.